ആ എപ്പോഴാ ചായക്കൊച്ച വരാന്ന് പറഞ്ഞേക്കണം? ചായക്കൊച്ച ഉച്ചയൊക്കെ ആവുമ്പോ വരുമെന്നാ പറഞ്ഞേ. ആണോ? അവര് വരുമ്പോ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കണ്ടേ? ആ എന്നാ കൊടുക്കണ്ടേ? എല്ലാരും വരുമ്പോ ഉണ്ടാക്കി കൊടുക്കുന്നതിനും ഉണ്ടാക്കിയേക്കാം. ചിക്കനോ? ആ ബിരിയാണി, ചിക്കനോ റൈസ്? ആ എന്നാ പിന്നെ നമുക്ക് അമ്പലി ചേച്ചിയുടെ കടയിൽ പോയി ചിക്കൻ വാങ്ങിച്ചോണ്ട് വരാം അല്ലേ? ആ മഴയാണല്ലോ. മഴയാ. ഇതെന്നാ ഈ വഴി പോന്നെ? ഈ വഴി അവിടെ ഒരിടത്തൊരു വരിക്കച്ചക്ക മഴ വിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ പോയി നോക്കാം അവിടെ ഉണ്ടോന്ന്. നല്ല വെള്ളമാണല്ലോ വെച്ച തോട്ടില്. ഡാം ചെക്ക് ഡാം എല്ലാം നിറഞ്ഞല്ലേ? ഇഷ്ടം പോലെ വെള്ളമായി. നല്ല മഴയല്ലേ? കുറച്ച് ദിവസമായിട്ട് നല്ല തകർത്ത് വാരി പെയ്യുമല്ലേ? ആ വീടിന്റെ മുറ്റത്തെ 4-5 ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അത് എടുത്തോണ്ട് വരാം. കിട്ടുന്നതുകൊണ്ട് എല്ലാരും വെച്ചിട്ടുണ്ട് മിക്കവാറുള്ളവരെല്ലാം. ഇത് മതിയായിരിക്കും അല്ലേ? ഇന്നലെ രാത്രിയിലൊക്കെ നല്ല മഴയല്ലായിരുന്നു? ഇഷ്ടം പോലെ വെള്ളമായി അല്ലേ? മുഴുവൻ കലക്ക വെള്ളമായി എല്ലാം. അതുകൊണ്ട് അവിടെ നിന്നെല്ലാം ഭയങ്കര നല്ല വെള്ളച്ചാട്ടമുണ്ട്. ഇഷ്ടംപോലെ ഒഴുകി വരുന്നുണ്ട്. ഡാമൊക്കെ നിറഞ്ഞു. കുളത്തിനകത്തൊക്കെ ഇഷ്ടം പോലെ വെള്ളമായി. നാട്ടിൻപുറത്തൊക്കെ ഭയങ്കര മഴയാന്നാ പറയുന്നത്. നമുക്ക് പോയാലോ? എന്നാ പോയേക്കാം. കാല് കഴുകണ്ടേ? വേണ്ടേ? പിന്നെ അങ്ങ് പോവും. ആണോ? ചിക്കൻ കിട്ടിയോ അച്ഛേ? ചിക്കനൊക്കെ കിട്ടി. നമുക്ക് പോയേക്കാം. പോയേക്കാം. ഐശ്വര്യമല്ലേ ചേച്ചി? അതെ അതെ. വന്ന വഴിയാ ടയറും പഞ്ചറായി. മാറിയേക്കാം അല്ലേ? മാറിയേക്കാം. ഏണ്ട കുഞ്ഞി കഴിച്ചിട്ട് ആണോ? അങ്ങനെ ഇന്നത്തെ പാടം കുഞ്ഞിക്കൊള്ളാം കേട്ടോ. അതാ പറഞ്ഞേ, ഒരു വണ്ടിയുടെ ടയർ പഞ്ചറായ അങ്ങനെ മാറാം. അതിനെ പറ്റിയല്ലേ ഇന്ന് പഠിക്കുന്നേ? അതേതായാലും കൊള്ളാം കേട്ടോ. നീ പഠിച്ച സ്കൂളിന്റെ വാതൊക്കെ തന്നെ. അപ്പോൾ അക്ഷരം പഠിച്ചത് ഇവിടുന്ന, ടയർ മാറാൻ പഠിച്ചത് ഇവിടുന്നാന്ന് പറയാം കേട്ടോ. ഇതാണ് നമ്മളെ കൂട്ടാർ SN LP സ്കൂൾ. ഇവിടെയാ കുഞ്ഞി പഠിച്ചത് 4 വരെ. അപ്പോൾ ഇവിടെ തന്നെ ഇട്ട് കുഞ്ഞി ടയർ മാറാനും പഠിക്കുമോ? പണിയെല്ലാം തീർന്നു കഴിഞ്ഞപ്പോ ഒരാൾ വന്ന കണ്ടോ? സഹായിക്കാൻ. അങ്ങനെ നമ്മുടെ അത് കഴിഞ്ഞു. നീ വീട്ടിലോട്ടല്ലേ? വീട്ടിലോട്ട് പോയേക്കാം. ഇത് കൊണ്ട് ഇപ്പം കൊടുത്തില്ലെങ്കിൽ ശരിയാക്കണ്ടായി. അമ്മ ഇന്ന് ഓടിക്കും. നമ്മള് ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പോ അവര് വരുകയും ചെയ്യും. ചിക്കൻ ഇന്ന് എപ്പോഴത്തേക്കാകും? മച്ചി ബിരിയാണിക്കാണോ? ബിരിയാണി റൈസായിട്ട്. റൈസും ചിക്കനും. റൈസും ചിക്കനും. ഇന്ന് ചായക്കൊച്ചായും കൂട്ടുകാരന് വരുമെന്ന് പറഞ്ഞില്ലേ? എന്നാ അപ്പോഴത്തേനും നമുക്ക് ഇച്ചിരി ബിരിയാണി റൈസും ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കാം. അതിന് ബിരിയാണിക്കുള്ള ചോറിനുള്ളതാണ് ഈ സബോള വറക്കുന്നത്. ഉള്ളിയല്ലേ? സബോള. ഇത് വറുത്ത് കഴിഞ്ഞ് ഇനിയും കശുവണ്ടി വറക്കണം. പിന്നെ മുന്തിരി വറക്കണം. ഞാനേ ഇന്ന് തന്നെ സ്റ്റെപ്പിന് മാറി. എന്നതിന്റെ? വണ്ടിയുടെ ടയർ നിങ്ങള് താമസിച്ചേ? അതാ ഞങ്ങള് താമസിച്ചേ. അത് ശരി. അതെവിടെ ചെന്നപ്പോ? അത് കൂട്ടാറ്റില്. എന്നിട്ട് ഞാൻ മാറിയോ? ഞാനും അച്ഛൻ കൂടെ മാറി. അത് ശരി. വേറെ ടയർ മേടിച്ചിട്ടോ? ഇല്ല, വണ്ടിക്ക് വേറെ ടയർ ഉണ്ടായിരുന്നു. അതിനകത്ത് മറ്റേ ഇപ്പൊ ഇട്ടോ മറന്നുപോയോ നേരത്തെ ഇടാനിരിക്കത്ത്? അതിനകത്തേ അന്നേരം ഏലക്ക നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു. എന്നൊക്കെ ഇപ്പൊ ഇട്ടേ? ഏലക്കായ, തക്കോലം, കുരുമുളക്, ജാതിപത്രി, ഗ്രാമ്പൂ. കൈ കിട്ടിയതെല്ലാം വാരി ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഇടേണ്ടതാ. പെരുംജീരകം എല്ലാം കൂടെ ഇട്ടാലല്ലേ ഇതിന് ടേസ്റ്റ് വരുള്ളൂ. ഒരു നാരങ്ങ മുറിച്ചത്. പൈനാപ്പിൾ ഇട്ടില്ലേ? പൈനാപ്പിൾ അതിനകത്തല്ലേ ഇടുന്നത്. റൈസ് റെഡി ആയിട്ടുണ്ടല്ലേ? റൈസ് കോരണം, ഇനി വേകാറായി. ചായയൊക്കെ ഇപ്പൊ വരാറായി കാണുമായിരിക്കും. കണ്ടോ എന്നെ മന്തി പോലില്ലേ?
കൊള്ളാം കേട്ടോ. കൊള്ളാവോ? നമ്മള് ശകലം താമസിച്ചു പോയല്ലേ? അതെ. നിങ്ങൾ എന്നാ ഇത്രയും താമസിക്കുന്ന ഞങ്ങൾ ഓർത്തു. ഞങ്ങളിവിടെ എല്ലാം ഒരുക്കി വെച്ചോണ്ടിരിക്കുക. നല്ല ഐശ്വര്യമായിരുന്നു. പോയ വഴിയല്ലേ? വണ്ടിക്ക് പണി തന്നോ? കുഞ്ഞിയെ കൊണ്ടല്ലേ പോയത്? അതെ അതെ, ഇനി എന്റെ തലയിലോട്ട് ഇട്ടു. അതെ, എന്നാ വന്നാലും കുഞ്ഞിക്കാ അല്ലേ? അന്നേരം ഒന്ന് ഇന്ന് കുറെ നേരമായി അരി ഇട്ടിട്ട്. എത്ര മതിയായിരിക്കും വെന്തത്. അതിന് തടയെ കിടന്നിച്ചിവിടെ വേവും. ഓ, മെയിൻ ഷെഫ് നോക്കണായിരിക്കാന്. ചൂടുണ്ടേ? എന്തോ കുഞ്ഞ് പറഞ്ഞാ പിന്നെ അപ്പയിലില്ല, വാർത്തേക്കാൻ പോവാ. എളുപ്പം എടുത്തു, ആ മുറ്റത്തോട്ട് കൊണ്ട് വാർക്കാം. നമുക്ക് ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. സഹായിച്ചാ പെട്ടെന്ന് തീരും. നല്ല സൂപ്പറായിട്ട് കഴുകി എടുത്തോളൂ. ഓരോ കഷ്ണം എടുത്ത് കൈ പിടിച്ച് നന്നായിട്ട്. നീ അങ്ങനെയാണല്ലോ. കടി ഇട്ട് കൊടുക്കാം ഫസ്റ്റ്. ഇതെന്തിനാണ് കടി ഇടുന്നേ? ഇത് ചിക്കൻ കറി വെക്കാനാണോ? ആണോ? നീ എന്നാന്നോർത്ത് വേണ്ടിട്ടെ? അല്ല, അങ്ങനെയല്ല. ഇതിന്റെ അകത്ത് എന്ത് ചെയ്യാനാണ്? നീ കൊറേ സാധനം കൂടി ഇടാനുണ്ട് കൈ നീറുവോ? ഇച്ചിരി കടുകല്ലേ കിട്ടുന്നു. അതെ, അച്ചമ്മച്ചി കുറേ നോക്കിയപ്പോ കടുക് കുറവാന്ന് തോന്നി. അതുകൊണ്ട് അച്ചമ്മച്ചി ഇച്ചിരി കടുക് ഇട്ടാ. നീ അത് എണ്ണ ചൂടായില്ലായിരുന്നോടാ? ചൂടായിരുന്നു, ഇട്ടട്ടെ. കടുവ് പൊട്ടിട്ടേ ഇടാവുള്ളൂ. ഇത് ഇട്ട് കഴിഞ്ഞാ പിന്നെ കടുവ് പൊട്ടത്തില്ല. അപ്പൊ നമ്മുടെ മുളക് ഇട്ട് കൊടുക്കാര്. ഇട്ടുകൂടെ. ഓ, അത് പൊട്ടിയില്ല. പക്ഷെ ഇത് ബോംബ് പോലെ ആയിരിക്കും. ഇടട്ടെ? ആ കരിയാപ്പില വെള്ളമയം കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ബാക്കി ഇനി എന്നെ ഇടണ്ട. ഇഞ്ചി വെളുത്തുള്ളി അങ്ങോട്ട് പയ്യെ ഇടണേ, മേത്ത് തെറിക്കാതെ. കുഞ്ഞിക്ക് ഇഷ്ടപ്പെട്ട കൂട്ടം ചിക്കൻ കറിയാ കേട്ടോ. തമിഴ്നാട് സ്റ്റൈൽ. അയ്യോ, ഞാൻ തന്നെ ഉണ്ടാക്കിയേക്കാം. ഇപ്പൊ കുറച്ചുകൂടെ കഴിയുമ്പോ ഒരു കാര്യം ഉണ്ട്, നമുക്ക് ചുമ്മാ ഇരുന്നാ മതി. അത് നടക്കുകയല്ല. നമ്മൾ ആരേലും ഒക്കെ വരുമ്പം അവര് പറയണം, ഞാൻ ഉണ്ടാക്കിയത് കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. അതിനാണോ സ്വന്തമായിട്ട് അടുക്കളയൊക്കെ ഇറങ്ങി? ഇത് ചുമന്നുള്ളി അരച്ചതല്ലേ? നന്നായിട്ട് അരച്ച് പേസ്റ്റ് ചുമന്നുള്ളി പേസ്റ്റ്. അപ്പം അതും കൂടെ നമുക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇട്ടാ പോരെ, ഇതിനകത്തുള്ള സാധനങ്ങൾ നല്ല കറക്റ്റായിട്ട് തൂത്ത് തീർത്തിടണം. കവിയും കൊണ്ട് അത്രേ പറ്റത്തുള്ളൂ. ഇതിന്റെ ഒരു ഇതുണ്ടായിരുന്നു, അത് എന്ത് ചെയ്യുന്നു കണ്ടില്ല. മത്സരിച്ചിളക്കവ. ഞങ്ങൾക്ക് തങ്ങളി മത്സരമില്ലെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? ഇതങ്ങനല്ല, ഒരാള് ചിക്കൻ കറിക്കുള്ള ഇഞ്ചിയും പേസ്റ്റെല്ലാം കൂടെ അരച്ച് റെഡിയാക്കുന്നു. ഞാൻ അന്നേരത്തിന് മുളക് പൊടി ചിക്കൻ മസാല എല്ലാം കൂടെ അത് ഇടാറായോ അമ്മേ മസാല? ഇത് നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴറ്റി കഴിഞ്ഞപ്പോ ഇതിനകത്ത് വെള്ളമെല്ലാം വറ്റി കണ്ടോ, ഫ്രൈ ആയി. പിന്നെ നമ്മൾ ചൂടാക്കിയ പൊടിയും കൂടി ഇതിനകത്തോട്ട് ഇടും. ഇട്ട് കൊടുത്തോളൂ. നീ ചിക്കൻ എപ്പോഴും ഇതിന്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നത്? ചിക്കൻ ഇട്ട് കൊടുക്കാം അല്ലേ? ചിക്കന്റെ പകുതി ക്രെഡിറ്റ് കുഞ്ഞിനും പകുതി ക്രെഡിറ്റ് അമ്മയ്ക്കുവാ. ഒരു 1/4 ഭാഗം ക്രെഡിറ്റ് എനിക്കും കൂടെ തന്നേക്കണേ. ഞാനല്ലേ പൊടി ചൂടാക്കിയതും ഒക്കെ. അപ്പം ബിരിയാണിയുടെ മറ്റേ റൈസിന്റെ ക്രെഡിറ്റ് എനിക്കാ മൊത്തം. റൈസ് ക്രെഡിറ്റ് തന്ന. അപ്പൊ തൊള്ളിഭാഗം ക്രെഡിറ്റ് അമ്മയ്ക്ക്. കൊള്ളാം. ഇപ്പൊ ക്രെഡിറ്റുകാരേ ഉള്ളു. ഇനി ഈ ചിക്കൻ്റെ അകത്തേ നമ്മൾ ഈ മന്തി കിട്ടാൻ മറ്റേ മാഗി ക്യൂബ് ഇല്ലേ, അതും കൂടെ കുറച്ചിട്ട് കൊടുക്കാം.
അതിരിപ്പുണ്ടായിരുന്നു, ഇനി ഇരിപ്പില്ല ഒരെണ്ണം കൂടെ. അവിടെ ഉണ്ട്. ഇതും കൂടെ പൊടിച്ചിട്ട് കൊടുക്കാം. ഇതിട്ട് കഴിയുമ്പോൾ വേറൊരു ടേസ്റ്റ് അല്ലേ? എന്ത് ചെയ്യേ എൻ്റെ തമിഴ്നാട് മസാല എന്ത് ചെയ്യേ? അത് ചേർത്തു. ചേർത്തോ? പൊടി ചേർത്തു. രാവിലെ ഒരു മണി കറണ്ട് പോയതുകൊണ്ട് വെട്ടം കുറവല്ലേ? കണ്ടുപോയതുകൊണ്ട് ആകെ വെട്ടമില്ല. ഞാനേ അമ്മയുടെ പൈനാപ്പിൾ അമ്മ എന്നോട് പറഞ്ഞാൽ ചെറിയ പൈനാപ്പിൾ മതി. ഇപ്പൊ പൈനാപ്പിളിന് ഉപകാരമായി. ഞാനാണേലേ ഇന്നലെ അച്ഛമ്മച്ചിയോട് ചോദിച്ചതാ കുറച്ച് പൈനാപ്പിളേ എനിക്ക് തിന്നാൻ തരാം ഉച്ചക്ക്, ചെത്ത് നമുക്ക് തിന്നാന്ന് പറഞ്ഞ. പിന്നെ ഞങ്ങൾ ഇരുന്നിരുന്ന് അങ്ങ് മറന്നുപോയി. നന്നായി. ഇനിയിപ്പം ചായക്കൊച്ച ഇരുന്നുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കാലോ. ഇന്നത്തെ ബിരിയാണി ഉണ്ടാക്കൽ പ്രതീക്ഷിച്ചതല്ലോ. അപ്പൊ ഇന്നലെ നിനക്ക് ഞാൻ കൈതച്ചക്ക തരാതിരുന്നതേ ഇന്ന് ഉപകാരമായില്ലേ? കൈതച്ചക്കയോ? കൈതച്ചക്കയുടെ പേരാ പൈനാപ്പിൾ. ചെറിയ ചോറല്ലേ കൈതച്ചക്കയെന്ന്? എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനായി. പൈനാപ്പിൾ എന്ന് പറയുന്നു, കൈതച്ചക്ക എന്ന് പറയുന്നു, ചക്ക എന്ന് പറയുന്നു, പിന്നെ അതിനിടെ കറച്ചക്കയുടെ കാര്യം പറയുന്നു. കണ്ണാപ്പി പൈനാപ്പിളിന് വേണ്ടി ബാബാ പൈനാപ്പിൾ നിന്ന് നോക്കി അങ്ങനെയുള്ളത് കൈപ്പിടി തന്നെ പിടിച്ച് തിന്നടാ. കൊള്ളാലോ. ഓ പൈനാപ്പിൾ ഇഷ്ടപ്പെട്ടു തന്നെ പിടിച്ച് നീ വേണോ? ഇത് തിന്ന് തീരുമ്പോ ഒരെണ്ണം കൂടെ കൊടുത്താൽ മതി. കരിമുരാന്നാ കഴിച്ച് തിന്നു. തീർക്കാറായി. അവന്റെ അത്ര ഉള്ളൊരു പീസ് കൊടുത്താലും തിന്നോളൂ. ചിക്കൻ കറി റെഡിയായോ? ഇത് ചിക്കൻ ഒട്ടും വെള്ളം ഒഴിക്കാതെ മസാല എല്ലാം കൂടെ ചേർത്തങ്ങ് വെച്ചതാ. ഇതുകൊണ്ട് ചിക്കൻ്റെ അകത്ത് വെള്ളം ഇറങ്ങിയതാ. ഇതേ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെക്കുമല്ലേ, അതുപോലെ തന്നെ കട്ടിയായിക്കോളും ചിക്കൻ. ഇനി നമ്മളിതിനകത്തോട്ട് ഇത് തേങ്ങാപ്പാലിനകത്ത് തന്നെ വേവിച്ചെടുക്കുന്നത്. ഇത് നമ്മൾ 2ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാലേ ബിരിയാണി ടൈപ്പ് വരുമ്പോ റൈസിന്റെ കൂടെ ഗ്രേവി അല്ലേ വരണ്ടേ? ഇത് തേങ്ങാപ്പാലായതുകൊണ്ട് കുറുകൂടാ. ഇതിനിപ്പോ ചിക്കൻ വേഗണ്ടേ? ചിക്കൻ വെന്ത് കഴിയുമ്പോഴത്തേന് ഇത് കുറെ കൂടെ കുറുകൂല്ലോ. പിന്നെ നമ്മൾ 1ാം പാൽ ഒഴിച്ച് കഴിയുമ്പോ കറി കുറുകും. അമ്മയുടെ മുഖം എല്ലാം അവിടെ തന്നെ ഉണ്ട്, പക്ഷെ സൗണ്ട് മാറിപ്പോയി. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? 1ാം പാല് 2ാം പാല് 1ാം പാല് നമ്മൾ തേങ്ങാപ്പാൽ വെള്ളം ചേർക്കാതെ ആദ്യം അരച്ചെടുക്കും, മിക്സിയിൽ അരച്ചിട്ട് പിഴിഞ്ഞെടുക്കും തേങ്ങാപ്പാൽ. അത് 2ാം പാല് ആ തേങ്ങാപ്പീരക്കകത്ത് തന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചിട്ട് പിഴിഞ്ഞെടുക്കും. അത് 2ാം പാല്. പിന്നെ ആ തേങ്ങാപ്പീര പിഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല, നിറം പോലും വരികയില്ല. ഈ ചിക്കൻ കറി ഈ തേങ്ങാപ്പാലിനകത്ത് തന്നെ വേകുന്നതുകൊണ്ട് ഈ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. അതാണ് കുഞ്ഞിക്ക് ഏറ്റവും ഇഷ്ടം. എങ്ങോട്ടാ പൊങ്ങി നിൽക്കുന്നത്? ആന്ന് തന്നെ അമ്മടാ കുഞ്ഞിക്കേ ഇച്ചിരി പൊക്കം, ശകലം പൊക്കം വെച്ചെന്നും പറഞ്ഞോണ്ടേ ഞങ്ങളെക്കായിലെല്ലാം വലിയ ആളാകാൻ നോക്കുന്ന കുഞ്ഞി. അന്നേരത്തേനും കിറിയൊക്കെ ഇങ്ങനെ ഓത്തു വലിഞ്ഞ് നിൽക്കുമ്പോ. നമ്മുടെ കറി തേങ്ങാപ്പാലിനകത്ത് അവിടെ കിടന്ന് വേകട്ടെ. അടിയിലോട്ടേ ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കണം. റൈസ് സെറ്റാക്കാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ വറുത്ത് വെച്ചേക്കുന്നൊക്കെ ഇട്ട് കൊടുക്കണോ? എല്ലാം കുറേച്ചേ കിട്ടും. ഇതിന് ചില കണക്കുകളൊക്കെ ഉണ്ടേ, കണ്ടുപിടിച്ചോ? ലെയർ ആയിട്ട് ഇടണം. ഇപ്പൊ അമ്മയുടെ സൗണ്ടേ എന്റെ ഒരു ടീച്ചറിന് പനി വിളിച്ചു, ടീച്ചറിന്റെ സൗണ്ട് മാറി. ഇപ്പൊ അമ്മയുടെ ടീച്ചറിന്റെ ഇത് നമ്മളെ കരിയേപ്പില, ഉള്ളിയും കശുവണ്ടിയും മുന്തിരി എല്ലാം കൂടെ വറുത്ത് വെച്ചത് ഇച്ചിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കും അടിയിലോട്ട്. എന്നിട്ട് പിന്നെ മണ്ടയിലോട്ട് ശകലം വലിയ ഇലയും തൂളി കൊടുക്കും. ലെയറാ കേക്ക് ഉണ്ടാക്കുന്നൊക്കെ പോലെ. ഇച്ചിരി പൈനാപ്പിളും കൂടി ഇട്ട് കൊടുക്കും. പൈനാപ്പിൾ പോയി. ഇനി ഇതിനകത്തോട്ട് മല്ലിയില ഇട്ടോ. ഇനി വീണ്ടും ഇനി റൈസ് ഇടുവോ? ഇനി കുറച്ച് ചോറ് കൊടുക്കും. കുറച്ചെന്ന് പറഞ്ഞിട്ട് ഇതായിട്ട് അതിന്റെ തവി ഇനി ഞാൻ ഇളക്കുവോ? ഇങ്ങനെ നിരത്തി വെക്കും. ഞാൻ ഉറച്ച് ഇത് സെറ്റാക്കാതെ തന്നെ ഇളക്കുന്നത്. ഇനി അതിന്റെ മണ്ടയിലോട്ട് വീണ്ടും തൂളും. മനസ്സിലായോ?
നീ വീണ്ടും പൈനാപ്പിള്. ഇതാ കേട്ടോ ഒറിജിനൽ ബിരിയാണി. കഴിഞ്ഞ തവണ നമ്മള് ബിരിയാണി എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയപ്പോ എല്ലാരും ബിരിയാണി അല്ലടാ, ഇത് റൈസും ചിക്കനും. നമ്മള് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയപ്പോ എല്ലാരും അത് നെയ്ച്ചോറ്. ഇതിനകത്തോട്ടെ അതാണ് നമുക്ക് ഇച്ചിരി ഡാൽഡ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ശരിക്കും ബിരിയാണി എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ അകത്ത് തന്നെ റൈസും കൂടെ വേവിച്ചെടുക്കുന്നതല്ലേ. ഇത് നമുക്ക് അങ്ങനെ വെക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് കറി വേറെ വെച്ചിട്ട് റൈസും ചിക്കനും. മനസ്സിലായോ? ഈ ഡാൽഡ എന്ന് പറഞ്ഞ എണ്ണ പോലെ ഇരിക്കുന്നതാണ്. അതൊക്കെ വല്ലാതെ. നീ വീണ്ടും റൈസ്. ഇതിപ്പോ മറ്റേ ആഞ്ഞിലിപ്പഴം പഴുക്കുമ്പോ കാക്കയ്ക്ക് ഏതാണ്ട് പറ്റിയെന്ന് പറഞ്ഞ അവസ്ഥയാ എനിക്ക്. ഇതൊന്നും എന്താ കഴിക്കുന്നത് പോലും അറിയത്തില്ല. നന്നായി. ടേസ്റ്റ് അറിയാത്തോണ്ട് ഇതിന്റെ കൂടെ പച്ചക്കറി ഏറെ ഇടാം. ബീൻസ് ഇടാം. അപ്പൊ ലാസ്റ്റത്തെ ലെയർ ആയി അല്ലേ? ഇനി കുറച്ച് സാധനം കൊണ്ടുണ്ട്, അത് ഞാൻ ഇട്ട് കൊടുക്കാവേ. അത് ഞാൻ ഇട്ട് കൊടുക്കാം. ലാസ്റ്റത്തെ ലെയറിന് ഇപ്പൊ ഇത് പാത്രത്തിൽ കൊള്ളുകയെല്ലാം തോന്നുന്നു. ബാക്കി നമുക്ക് അങ്ങനെ തന്നെ അങ്ങ് വെച്ചാൽ മതി. നാളെ ഫ്രൈഡ് റൈസ് ആക്കാം. ഇത് ഞാൻ ഇട്ട് കൊടുക്കട്ടെ ലാസ്റ്റത്തെ ലെയറിനുള്ള. ഇത് മുഴുവൻ ഇട്ടേക്കട്ടെ. അങ്ങനെ ഇടാതെ കൂട്ടി ഇടരുത്, വെതറി ഇടണം. ഇനി പാത്രം ഒന്ന് ഇതാക്കി ഇട്ടോളൂ. ഇതിനകത്ത് മറ്റേ എസൻസും അല്ലെ, എസൻസ് പൈനാപ്പിൾ എസൻസ് അങ്ങനെ ഒഴിക്കുമ്പോഴേ എസൻസ് ഒഴിക്കുന്നത് നമുക്ക് ആർക്കും മണം വരുന്നത്. പക്ഷെ ഇവർക്ക് അത് ഇഷ്ടമല്ല. ഇവർക്ക് എസൻസ് ഒഴിക്കുന്നത് ഇഷ്ടമല്ലല്ലോ. ഇത് മതിയോ ഇതിന്? കറിക്ക് ഒഴിക്കും ഇടാൻ ബാക്കി. ഇനി അത് മതി, നാളെ ഫ്രൈഡ് റൈസിനുള്ളതാണ്. അമ്പോടാ പാത്രത്തിൽ കൊള്ളു കലഞ്ഞിട്ടില്ലേ ഇപ്പൊ നീ ഫ്രൈഡ് റൈസ് ആക്കുന്നത്? അതും കൂടെ ആക്കിയ നമ്മുടെ ടോപ്പ് ലെയർ സെറ്റായി. ഇനി മൂടി വെക്കോ ഇത്? ഇനി അത് നന്നായിട്ട് മൂടി നമുക്ക് ദമ്മാക്കിയാലോ, കുറച്ച് മാവൊക്കെ കുഴച്ച് ആക്കിയാലും. ദമ്മാക്കാനുള്ളതൊന്നും ഇല്ല ഇപ്പൊ. ആക്കാം, ഇതൊരു എരിവില്ലേ, കുറച്ച് മാവ് വെക്കാം. നെയ്യ് ഒഴിക്കണോ ലാസ്റ്റ്? നെയ്യൊക്കെ ഉണ്ട്, ഏറെ ഒഴിച്ചാ കൊള്ളാം. അപ്പൊ നമുക്ക് മൂടി വെക്കാം. എത്ര നേരം ഇരിക്കണം മൂടി? ഞാനേ എടുത്ത് ഒരു കാര്യം മറന്നു പോയിരുന്നു. നമ്മൾ അരച്ച് നേരത്തെ മാറ്റി വെച്ചിട്ട് ഇഞ്ചി പച്ചമുളകും കൂടി അരച്ചതായിരുന്നു, അതുകൂടെ അങ്ങ് തുള്ളി കൊടുക്കാം. ഇത് ഇടയ്ക്കും കൂടി ഇടേണ്ടതായിരുന്നു. ഒച്ചമ്മച്ചി അപ്പുറത്ത് കൊണ്ട് വെച്ചിരുന്നതുകൊണ്ട് മറന്നുപോയി. അതിനെ എടുക്കുമ്പോ ഇളക്കിയാ മതി. അതിനി എടുക്കുമ്പോ സൈഡിൽ നിന്ന് ഇളക്കിയല്ലേ എടുക്കുന്നത്? സൈഡിൽ നിന്ന് കോരി എടുക്കുമ്പോ ഇളക്കി ഇളക്കി കോരി എടുക്കാം. അപ്പോഴേ നമ്മുടെ കറി എല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ടേ. തേങ്ങാപ്പാലിനകത്ത് കിടന്ന് വെന്ത് നല്ല കുറുകി വന്നു. നമുക്ക് ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തിളപ്പിക്കേണ്ടത് ഒന്ന് ചൂടായാൽ മതി. ഒന്ന് ചൂടായാൽ മതിയേ. പിന്നെ നമുക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. നീ ഒന്ന് ഇളക്കിയിട്ട് തീ നിർത്തിയാൽ മതി. കണ്ടോ, ചാറെല്ലാം കുറുകി. നെയ്യ് ഇരിക്കുമ്പോ ഒരു ഇച്ചിരി കൂടെ കുറവ് പാല് വെച്ചതുകൊണ്ട്. ഇച്ചിരി ഗ്രേവി വേണം. ലാസ്റ്റുമല്ല, സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കി വേണം എടുക്കാൻ. ഇവർ രണ്ടുപേരും നമ്മുടെ കൂട്ടുകാരെന്ന് മാത്രമല്ല, നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്നവരും അയൽക്കാരും സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം. അപ്പൊ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തിക്കേ. അതെ, ഇത് അബില്, ഇത് ബിബിൻ. രണ്ടുപേരും തൊട്ടയിലോകം. അപ്പൊ ഇനി എന്നാ അടുത്ത ട്രിപ്പൊക്കെ? ട്രിപ്പൊക്കെ ഇനി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് കുറച്ച് കഴിഞ്ഞ ഞാൻ റെസ്റ്റ് എടുക്കുക. ഒരാഴ്ചയായിട്ടല്ലേ? ഒരാഴ്ചയായിട്ട് ഫുൾ റെസ്റ്റിലാ. ബിരിയാണിയൊക്കെ കൊള്ളാം, സൂപ്പറാ. ഇതന്നെ ചിക്കൻ ചെട്ടിനാടായിരുന്നോ? നീ വരുന്നെന്ന് പറഞ്ഞിട്ട് കുഞ്ഞി രാവിലെ എന്നെ കൊണ്ട് സമാധാനം തരുമല്ലോ. എന്നിട്ട് ഷെഫിനെ കാണുന്നില്ലല്ലോ. ഷെഫ് അടുക്കള തന്നെയാണോ?
ആണോ? ഷെഫ് കഴിക്കുമായിരുന്നായിരിക്കും. ആ പിന്നല്ല. അവന്റെ അഭിപ്രായത്തിന് ഈ കറി ഇങ്ങനെ വെച്ചത്. ആണോ? കറി കുഴപ്പമില്ല. അവന് തേങ്ങാപ്പാൽ ഒഴിച്ച് വേണം, വെള്ളം തൊടാതെ വെക്കണം. പിന്നെ ഇഞ്ചിയും ഇതിനെ വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ട് വേസ്റ്റ് ആക്കി ഇടണം, ഉള്ളിയൊക്കെ കൂടെ. ഭാവിയിലേക്ക് ഒരു ഷെഫിനെ കിട്ടുമെന്ന് പറയാം. അവരിതെല്ലാം അടിച്ചതിനകത്ത് സവോളയുടെ ഒന്നും ഒരു കഷ്ണം പോലും ഇല്ലല്ലോ. എല്ലാം എല്ലാം വേസ്റ്റ് ആക്കിയിട്ട് ഇറക്കണം. എന്നാ പിന്നെ വലിയ ഷെഫല്ലേ എന്നോർത്ത് ഞങ്ങള് പിന്നെ അവൻ പറഞ്ഞ ചെയ്തു കൊടുത്തു. കുഞ്ഞിക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് അഭിപ്രായം കേൾക്കണം. ആണോ? എന്നാലേ തൃപ്തിയാവുള്ളൂ. ഓരോന്നൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നേ ചോദിക്കും, എങ്ങനെയുണ്ട്? ആണോ? ബസ്സിന് വരെ എന്നാന്നറിയോ, തന്നെ വരുവാണെങ്കിൽ കുഴപ്പമില്ല, എല്ലാരും കൊണ്ട് ബസ്സിന് വരെ വലിയ പാടാണ്. പക്ഷെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും മടുപ്പില്ലാത്തത് ബസ്സിന് വരും. എനിക്കും ബസ്സിന് വരുന്നത് ഇഷ്ടം. എനിക്ക് യാത്ര ബസ്സിന് ഇഷ്ടം. എന്നാന്ന് വെച്ചാൽ മടുത്താലും ഒന്ന് കാല് നീട്ടി. അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് ബസ്സിന് വരുന്നത് ഇഷ്ടം എന്നാന്ന് ചോദിച്ചാല് നമ്മളൊന്നും ചെയ്യണ്ടല്ലോ, ചാരി ഇരുന്ന് ഉറങ്ങിയാൽ പോരെ. അവരെങ്ങനെയും കുത്തി തിരികെ കയറ്റി സ്ഥലത്ത് കൊണ്ട് വിട്ടോളൂല്ലോ. നമ്മളിത് വഴി സൂപ്പറാ. അതാ പറഞ്ഞേ. അല്ല പിന്നെ നമുക്ക് ഓടിക്കണം. KSRTC-ലൊക്കെ കയറിയിട്ട് ഓടിക്കാൻ തരാമെന്ന് ചോദിക്കാൻ പറ്റുമോ? അതാ നമുക്ക് പോയിട്ടിരാം. പിന്നെ അതിഥിയാണോ അതോ ഇവിടുത്തെ ആണോ? അതെ, സ്ഥലം പറഞ്ഞു. ആഹാ, പോയേക്കെ ഏതായാലും പറഞ്ഞോ. പിന്നെ ഇവിടെ സൈഡിലാണ് കൊച്ചാ വരുന്നത് നോക്കിയിരിക്കായിരുന്നു. കൊച്ചാ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം അങ്ങോട്ട് കറങ്ങാൻ വരാനെന്നും പറഞ്ഞിരുന്നേ. ഇപ്പൊ നല്ല സമയമാണ്, നല്ല മഴയും വെള്ളത്തിട്ടോ. ഉറുമ്പിക്കര ഇപ്പം നടക്കില്ല. അല്ല, അത് വെയിലായിട്ടാ നല്ലത്. എന്നാ അറിയോ, ഇപ്പം ഭയങ്കര പുഴുവൊക്കെയാ, തോട്ടപ്പുഴു ശല്യമുണ്ട്. നമുക്ക് തൊട്ടടുത്ത് ഇവിടെ ഒരു സ്ഥലമുണ്ട്, തമിഴ്നാടിന്റെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ നോക്കാം. നമ്മള് ഈ തൊട്ടടുത്ത കേട്ടോ, അവിടെ വീടിൽ നിന്ന് ഇറങ്ങി ഒരു 2 മിനിറ്റ് വരാനുള്ള ദൂരമുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാൻ പറ്റുന്ന സ്ഥലമല്ലേ? ഉണ്ടല്ലോ. അവിടുന്ന് വലത്തോട്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് അതാ നമ്മുടെ അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങോട്ട് വലിയ മഴയില്ലെന്നാ തോന്നുന്നത്. അവിടുത്തെ ഈ നാട്ടിലെ അത്രയും വലിയ മഴ ഇല്ല. അതെ അല്ലേ? ശക്തമായിട്ട് പെയ്യുന്നില്ല. ഈ തമിഴ്നാടിന്റെ ബൗണ്ടറിയിൽ തമിഴ്നാടിന്റേതായ ഒരു കാലാവസ്ഥയാണ് കൂടുതലും വരുന്നത്. ഇവിടെ ഇടുക അല്ല, റൈറ്റ് അങ്ങോട്ട് കയറ്റിയിട്ടു. റൈറ്റ് അങ്ങോട്ട് കയറുമ്പോൾ ഞങ്ങൾ വണ്ടി കിടക്കുന്നിടത്തോട്ട് ഇട്ടു. അടിപൊളി വ്യൂ ആണ്. വരുന്നുണ്ടല്ലേ? ഇവിടെ താഴേക്ക് നല്ല വലത്ത് കാല് വെച്ച് അറിഞ്ഞില്ല. അതെ അതെ, വലിയ ടാസ്ക് ആണ്. ഈ താഴെ കാണുന്നത് ഏതാ കുറെ സൈഡിൽ കാണും. ഈ താഴെ ഈ ലെഫ്റ്റ് കാണുന്ന ഇത് കമ്പം. നല്ല അടിപൊളി സീനല്ലേ? ഇവിടെ നിന്ന് നോക്കിട്ടെ ടൗൺ ആയിട്ടൊന്നും തോന്നുന്നില്ല. കുറെ ആക്രി കൂട്ടിയിട്ടേക്കുന്ന പോലെ അല്ലേ, കുറെ സാധനം ഇങ്ങനെ. ബിൽഡിങ്ങുകളെല്ലാം ഒരു സ്ഥലത്തും കൃഷി സ്ഥലമെല്ലാം. ഏറ്റവും ടോപ്പിൽ അവിടെ 2 ഭാഗത്തായിട്ട് കാണുന്നു. അത് ആ ഭാഗം വരുന്നില്ല. അത് ശരിക്കും പറയുകയാണ്, അത് മേഘമലയുടെ ഒരു ഭാഗമാണ് കാണുന്നത്. അങ്ങേറ്റത് കാണുന്നത് ആ വലിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടോ, അതിലൊരു വെള്ളച്ചാട്ടം ഉണ്ടോ, ഓരോ വെള്ളം ചാടുന്നതൊക്കെ ഉണ്ടോ, അതൊക്കെ മേഘമലയുടെ ഒരു ഭാഗമാണ് കാണുന്നത്. പക്ഷെ അവിടെ എല്ലാം ഇപ്പം മഴയല്ലേ, വെള്ളം നന്നായിട്ടുണ്ടല്ലോ. ഇഷ്ടം പോലെ. ഞങ്ങൾ ഇടയ്ക്കൊന്ന് പോയായിരുന്നു. ആണോ? മേഘമല നല്ല അടിപൊളി സ്ഥലമാണ്, ഒന്ന് കറങ്ങാനുള്ളതുണ്ട്, ഒന്ന് പോവാം. നേരത്തെ വഴിയൊന്നും കൊള്ളത്തില്ലായിരുന്നേ, പക്ഷെ ഇപ്പം അവിടുത്തെ വഴികളൊക്കെ നല്ല സെറ്റപ്പായി. ഇത് ഇവിടെ എല്ലാം പോണമെന്നുണ്ട്, സമയമില്ല, അതാണ് പ്രശ്നം. സമയം കുറവല്ലേ? അവന് ഭയങ്കര നാണം, ലജ്ജയാ. അതെ, വരുന്നതിന് മുന്നേ ഭയങ്കര ഉഷാറായിരുന്നു. ഇപ്പൊ വന്നു കഴിഞ്ഞിട്ട് അവന് ഭയങ്കര ഒരു ലജ്ജയല്ലേ? ലജ്ജ കഴിയണം അല്ലടാ, ഒന്ന് ചാർജ് ആയി വരണം. ഈ മുടിയൊക്കെ തന്നെ മേടിച്ചു വെച്ചേക്കോ? അത് നല്ലപോലെ ഇരുന്ന സാറ് പറഞ്ഞിട്ട് മുട്ട അടിച്ചാ പോലെ. അതാന്ന് തോന്നുന്നു 3 മാസത്തെ ആ ലാഭം നോക്കിയതാടാ. അടുത്ത എങ്ങോട്ടാ പോന്നെ? എന്നാ പിന്നെ അങ്ങോട്ട് പോവാം.
എന്നാ വാ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോകലാം. പറഞ്ഞേക്കുന്നേ ആ എല്ലുകൂടിയാണോ? ആ ഞാൻ അവിടുത്തെ എല്ലുകൂടിയാണോ? സംഭവം കൊള്ളാം. വെളിയിൽ മഴ പെയ്യുന്നുണ്ട്, ഇതിനകത്ത് ഇറങ്ങിയോണ്ട് നനയുന്നില്ല. പഴയ ശരം എല്ലാം കായായിട്ടുണ്ട്. ആദായത്തിലോട്ട് കയറി വരുന്ന ഒരു സമയമായിരുന്നു. ഇതെന്നതിനുള്ള ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടേക്കുന്നതാണോ? ഇത് മഴ കണ്ടമാനമായി കഴിയുമ്പോഴേ ഈ ചെടിക്ക് അഴുകൽ എന്ന് പറഞ്ഞൊരു രോഗം വരും. ചെടി കണ്ടമാനം അഴുകിപ്പോ. അപ്പൊ അതിന് പകരം നമ്മൾ നേരത്തെ തന്നെ മഴയൊക്കെ ആകുമ്പോഴത്തേക്കും കുമ്മായോ എല്ലാം കൂടി ഇട്ട് കൊടുക്കും. മണ്ണിന്റെ ആ pH ഒക്കെ കറക്റ്റായി വരാനായിട്ട്. അങ്ങനെ ഇട്ട് നിർത്തിയേക്കുന്നല്ലേ? അപ്പൊ അത് വളമല്ല? വളം അല്ല, കുമ്മായം ഇട്ടേക്കുന്നത്. ഞാനവിടുത്തെ ഈ വട്ടത്തിൽ കണ്ടപ്പോ ഇത് വളം ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ഒരു സൈസ് വളമൊക്കെ ആയിട്ട് വരും. പിന്നെ ഇത് അപ്പുറത്തെ പ്ലാവരെയൊക്കെ ഈ വർഷം നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിനപ്പുറത്തോട്ട് അത് തൈച്ചെടിയാണ്. മഴയത്തെ ഇപ്പൊ കാറ്റായിരുന്നോണ്ടേ ഇതിൽ ഒടിച്ചു കളഞ്ഞേ. ഇത് ഇട്ടില്ലെങ്കിൽ നമുക്ക് വളവ് വരുമായിരിക്കും അല്ലേ? ഇത് കുമ്മാവൻ ഭാര്യ ഇട്ടില്ലെങ്കിൽ. അതെ അതെ അതെ. അത് തടിയിലൊക്കെ ഉണ്ടാകുന്നത് ഒത്തിരി ഒടിഞ്ഞു പോയത്. ഇത് കട്ടിയില്ലാത്ത ഇതല്ലേ, ചെടിയല്ലേ? അല്ല ഇത് ഈ ഒടിഞ്ഞു പോകുന്ന ഇത് വെട്ടിയൊന്നും വിടത്തില്ല, ഇതിങ്ങനെ കിടക്കുള്ളൂ. ഈ ഒടിഞ്ഞേക്കുന്നേക്കാൾ പുതിയ ചെടി ഉണ്ടായി കിളക്കും. ഇത് പോയത് പോയി. അതല്ലേ? ഇത് നമ്മുടെ ഒന്നാമത്തെ ചെടി. അതിന്റെ കായ ആയതാണോ? ഇല്ല, ഇതിപ്പോ നമ്മള് 10 മാസം ആയതുള്ളൂ. ആരും കാണാം, ഇത് നമ്മുടെ അവിടെ ഇല്ലല്ലോ. അല്ല, നിങ്ങളവിടെ ഞാൻ ഉറുമ്പിക്കര വന്നപ്പോ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ട്, അവിടുത്തെ പക്ഷേ ഇത്ര വലിയ അത് പണി കുറവാ, അതുകൊണ്ടാണ്. അല്ല അതെന്നാ അറിയാം, അവിടെ കാലാവസ്ഥയുടെ വ്യത്യാസമുണ്ട്. ചൂടാകുമ്പോ നല്ല ചൂടല്ലേ? എന്നാ മിണ്ടു എന്നുള്ളത് കൊണ്ടല്ലടാ. ചക്കയൊക്കെ വീണ് കിടക്കുന്നതാണോ അതോ വെട്ടി ചാരി വെച്ചേക്കുന്നതാണോ? അതുകൊണ്ട് ചാരി വെച്ചേച്ച് പോയതാണോ? രാമക്കൽമേട് പോവാം. അവൻ പോയിട്ടുമില്ലെന്നാ പറഞ്ഞു. അവനെ രാമക്കൽമേടൊന്ന് കാണിക്കാം. കാറ്റ് വികാരം കൊണ്ടുപോകുന്നോ ഒന്ന് കേട്ടോ. വണ്ടിക്കകത്തിരുന്നപ്പോ ഇത്രയും കാറ്റില്ലായിരുന്നല്ലോ. അറിയാ, സീറ്റ് ബെൽറ്റ് ഒരെണ്ണം തറയിലോട്ട് ഇട്ട് വെക്കണമെന്ന് തോന്നുന്നത്. കാറ്റ് വികാരം പറത്തിക്കൊണ്ട് പോകുന്നു. കൊള്ളാം, വെടിക്കെട്ട് കാറ്റാ. അതിന്റെ ലീഫായി കാറ്റ് പിടിക്കുന്നതായിരിക്കും ഈ ഒരു മുളല് വെക്കുന്നത് അല്ലേ? ഇവിടെ ഒരു 5 ഉണ്ട് മൊത്തം. ഇതിന്റെയൊക്കെ ഓപ്പോസിറ്റ് കാറ്റടിച്ച ഒടിഞ്ഞു പോകത്തില്ലേ ലീഫ്? ലീഫ് ഭയങ്കര കാറ്റാണെങ്കിൽ ഇവര് നിർത്തി വെക്കും. അങ്ങോട്ട് പോയി പറഞ്ഞ പോലെ ഈ മുണ്ടൊക്കെ പറഞ്ഞിട്ട് കയ്യിൽ പിടിച്ചോണ്ട് പറയുന്നു. സൂപ്പർ ക്ലൈമറ്റ്. ഇതുണ്ട്, സ്പ്രേ ചെയ്ത് നിർത്തി വെക്കുന്നവരാ. ചെറിയ ചാറ്റമഴ. കോട പറന്ന് കയറുന്ന നേരെ കാണുന്ന രാമക്കൽമേട് കേട്ടോ. ആ കാറ്റാടിയുടെ അവിടെ ആ ഭാഗം പക്ഷെ കാണാൻ പറ്റില്ല, മൊത്തം മഞ്ഞ. നമുക്ക് ജസ്റ്റ് അതിലെങ്ങനെ പോവാ? ഇതിലെങ്ങനെ പോകത്തില്ലേ? പോയിട്ട് പോവാം. എലിപ്പാടോ? നമുക്ക് പതുക്കെ അതായിരിക്കും നല്ല. ഇവിടെ നിന്ന് കാറ്റടിച്ച് മഴ നനഞ്ഞ് ഭയങ്കര കാറ്റായിരിക്കും. നിങ്ങൾ ഏതായാലും നല്ല കാലാവസ്ഥക്കാ വന്നത് കേട്ടോ. അത് എന്നാന്നറിയോ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യമുള്ളതാണ്. ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വരാനുള്ള ഒരു പ്ലാനിങ്ങോടെ അല്ല വന്നത്. രാവിലെ മുണ്ടക്കയം വരിക, അവിടെ വന്ന് വള്ളിയാങ്കാവിലൊന്ന് പോവുക, അവിടുന്ന് തിരിച്ച് അവിടെ ചെന്നിട്ട് എങ്ങോട്ടേലും പോവാന്നും പറഞ്ഞ് ചുമ്മാ ഇറങ്ങിയതാണ്. വന്ന് അതിലെ ഇങ്ങനെ കയറി ഇങ്ങ് പോന്നു. ഏതായാലും മഴയും മഞ്ഞും കാറ്റും ഉണ്ട്.
ഇതായത് അതെ അതെ അതെ. വേഴാമ്പലിന്റെ ഇതെന്നാടാ ഇത്തേ കൂടെ നടന്നു പോണോ? ആ നടക്കാൻ കേറിയാല് നല്ല രസമുണ്ടല്ലേ? അതെ, ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു ഫുള്ള് മഴ നനഞ്ഞു കഴിഞ്ഞാലേ പിന്നെ തിരിച്ചു പോകാൻ വേറെ ഡ്രസ്സില്ല, അതുകൊണ്ട് മൊത്തം നനയ്ക്കല്ലെന്ന് പറഞ്ഞായിരുന്നു. ഇതിപ്പോ ഇന്ന് ഈ മഴയൊക്കെ ആയതുകൊണ്ടേ വരുന്നതിനെ കാണണ്ടേ? വേഴാമ്പൽ തമിഴ്നാടിന്റെ കാറ്റാടി നിൽക്കുന്നത് അവിടെ വെയില. നല്ല അടിപൊളി. അയ്യോ, ആ അവിടെ കാണുന്ന അത് കാറ്റാടിപ്പാടാണോ? അത് മൊത്തം കാറ്റാടിയാണ്. ഇവിടെ എത്ര എണ്ണം വന്നു നോക്കി. അത് അവര് ശരിക്കും നല്ല വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്തേക്കോ. ഇഷ്ടം പോലെ തമിഴ്നാട് ഇവിടുന്ന് അങ്ങോട്ട് നോക്കി മുഴുവൻ കാറ്റാടി മാത്രമാണ്. പോസ്റ്റ് നാട്ടി വെച്ചേക്കുന്ന പോലെ നല്ല പക്ഷേ മഞ്ഞായോണ്ട് അത്ര അങ്ങോട്ട് നമുക്ക് കൂടുതൽ ദൂരം അങ്ങോട്ട് കിട്ടുന്നില്ല. ഇതിപ്പോ ഈ മഞ്ഞ് കാറ്റത്തങ്ങ് മാറുക, മാറി പോകുമ്പോഴത്തേക്കിനും രാമക്കൽമേടിന്റെ ആ പാറ ഇപ്പൊ കാണത്തില്ല. അതാ രാമക്കൽമേടിന്റെ പാറ കാണുന്നത്. ഒറിജിനൽ രാമക്കൽമേട് പാറ അതാണോ? നമുക്ക് മേളിൽ കയറി നിന്നേച്ച് ഇതായിട്ട് നോക്കാൻ പറ്റുന്നേ. അതിനെ മേളിൽ ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പം അതിനെ കുറിച്ച് വലിയൊരു നേരെ അടിവശത്തുണ്ട്. രാമക്കൽമേടിന്റെ നേരെ അടിവശത്തൊരു അമ്പലം തമിഴ്നാട്ടിൽ കൂടെ ഇവിടുന്ന് നടന്നു പോകുന്ന ആൾക്കാർ. പക്ഷെ അത് നമുക്ക് താഴോടി വരുവാണെങ്കിൽ അതിലെ കോമ്പ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതിലെ വന്നു കഴിഞ്ഞാൽ അവിടെ വരാം. നല്ല ഇന്നിപ്പം ഈ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ടാ ആള് കുറവാ. അല്ല ഇതാ നല്ലത്, തിക്കും തിരക്കും ഇല്ലാതെ നിൽക്കുന്നതാ നല്ലത്. അതിന്റെ മേലൊക്കെ കയറി കാണുന്നുണ്ടോ? അതെ, നിൽക്കുന്നവർ ഇറങ്ങിക്കോട്ടെ. വിറങ്ങലിച്ച് നിൽക്കും അവന്, രോമാഞ്ചം ഉണ്ടായി. സംഭവം കൊള്ളാം. പിന്നെ ഈ രാമക്കൽമേട് വന്നിട്ട് ഫോട്ടോ എടുത്ത് തന്നില്ലെന്ന് പറയല്ലേ കേട്ടോ. അതെ അതെ, ഞങ്ങൾ മിക്കവാറും വരുന്നതാ കേട്ടോ. അന്നേരം ഒന്നും ഇതുപോലെ മഴയത്തൊന്നും വരുവരാം. ഇപ്പം കാലാവസ്ഥ ഇതായതുകൊണ്ട് എന്നാ ചെയ്യാനാ, നിങ്ങൾ വന്ന സമയം നല്ലതായിരുന്നു കേട്ടോ. ആ രാമക്കൽമേടിന്റെ മല കണ്ടോ, അതിപ്പം മൊത്തം വീണ്ടും മഞ്ഞിനകത്തായി. നമുക്കേ മലമുഴക്കിയുടെ മേളിലോടൊന്ന് കയറിയാലോ? എന്നാ നേരെ ഇതിനെ മേളിലേക്ക് വിട്ടു. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അതിന്റെ മേളിലൊന്ന് കയറി താഴോട്ട് നോക്കിയില്ലേ എന്താ? അതെ അതെ അതെ, മലമുഴക്കി സംഭവം കൊള്ളാം കേട്ടോ. എങ്ങനെയുണ്ട് നമ്മളെ ഇതിന്റെ മേളിൽ നിന്നുള്ള വ്യൂ? എങ്ങനെയുണ്ട്? അടിപൊളിയാ, സെറ്റപ്പല്ലേ? സെറ്റപ്പാ. തമിഴ്നാടിന്റെ ഏതാണ്ട് ഒരു ഏരിയ നല്ലപോലെ കാണാം. ഇപ്പം മഞ്ഞായതുകൊണ്ടേ മഞ്ഞായോണ്ടൊരു മൂടൽ ഇങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ വെയിലത്താണ് നല്ല സൂപ്പറായിട്ട് കാണാം. ആ പക്ഷെ ഇപ്പൊ ഒരു പുക പോലൊരു മൂടലുണ്ടെന്നുള്ളതേ ഉള്ളൂ. അതെ അതെ, പക്ഷെ ആ അങ്ങേ മലയാ രാമക്കൽമേട്, അതൊന്നും കാണത്തില്ല. അതെല്ലാം മൊത്തം എല്ലാം ഫുള്ള് മഞ്ഞ. ഇടുക്കിക്കാരനെ വിറയ്ക്കാൻ തുടങ്ങി. നമുക്ക് ഒരു തണുപ്പും വിറയിലും ഒന്നും ഇല്ലല്ലോ, ഫുള്ള് നനഞ്ഞു നിൽക്കുക. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? സംഭവം കൊള്ളാം. അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് കൊച്ചായും കൂട്ടുകാരും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഏതായാലും മഴയൊക്കെ പിടിച്ചിങ്ങ് പോന്നാ. ഞങ്ങളിങ്ങനെ ഒരു പ്ലാനും പദ്ധതിയായിട്ടൊന്നും ഇറങ്ങിയതല്ല, അല്ല കറങ്ങി തിരിഞ്ഞിങ്ങനെ ഇവിടെ വരെ വന്നെന്ന് പറഞ്ഞാൽ മതി അല്ലേ. ആ വന്ന വഴിക്ക് രാമക്കൽമേട് പോയി, കാറ്റാടിപ്പാടം പോയി. അതൊന്നും പുള്ളി കണ്ടിട്ടില്ലായിരുന്നു. എല്ലാം കണ്ടില്ലേ? അതാണ്
ഒരു തൊഴിലാളി എന്ന നിലയ്ക്ക് നമ്മുടെ മുതലാളിയെ കൊണ്ടുപോയി നമ്മളെല്ലാ കാഴ്ചകളും കാണിച്ചു. ചൂടുവെള്ളം കയ്യിലിരിക്കുന്നു. ഞങ്ങൾ അങ്ങനെയായിരുന്നു. ആദ്യം ഇതൊക്കെ ചെന്ന് കാണുമ്പോ വലിയ അതിശയമായിരുന്നു. ഇപ്പൊ പോയി 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 ഇപ്പോഴും ഒന്നും കാണുമ്പോ ഒന്നുമില്ല. മഴയായോണ്ടേ നല്ല ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് അത് നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര കാറ്റായിരുന്നു. ഞങ്ങൾ ഒരു പ്രാവശ്യം പോയിട്ട് അവിടെ ചെന്നിട്ട് വണ്ടിക്കകത്ത് ഇറക്കി ചാടി വണ്ടിക്കകത്ത് കയറി. പിന്നെ ആ വഴി തിരിച്ചെങ്കിൽ പോരുമായിരുന്നു. അല്ല ഇത് നല്ല കാറ്റും മഴയും മഞ്ഞും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ കണ്ടില്ലേ, അതെ അതെ, ഇറങ്ങി നിന്നില്ലേ, കുഴപ്പമില്ല, നല്ല കാലാവസ്ഥയായിരുന്നു. നൂല് മഴ നനഞ്ഞില്ലേ, ഇതൊക്കെ തന്നെ വേണം. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും കാഴ്ചയുള്ളൂ, എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല സീനറികളല്ല. പോയച്ച് വന്നതിന്റെ ക്ഷീണം ഒന്ന് മാറുന്നിടം വരെ. ഞങ്ങളെ ഈ മഴയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇടയ്ക്ക് ഒന്നുകൂടെ ഒന്ന് അങ്ങോട്ട് വരണം, ഒന്നും കൊണ്ടായിരുന്നത്. മഴ ഉണ്ടെങ്കിലും മരുന്നിന് കുഴപ്പമൊന്നും ഈ വെയിലായിട്ടേ ഇടയ്ക്കൊന്ന് വരാം. അപ്പൊ നമുക്ക് ആ മേളില് ഉറുമ്പിക്കര അമ്പലമൊക്കെ ഒന്നുകൂടെ ഒന്ന് പോകണം. അതൊക്കെ പോണെങ്കിൽ ഇനി അടുത്ത ഉത്സവമാണോ? മഴയത്തൊക്കെ ആണെങ്കിൽ അവിടെ വഴി ചടങ്ങാ. ആ കയറി പോകാനല്ലേ. ആ വന്നത് താമസിച്ചാ വന്നത്, ഇച്ചിരി നേരത്തെ പറഞ്ഞായിരുന്നല്ലേ. ആ എല്ലാം ഒന്ന് കറങ്ങി. അന്ന് തന്നെ താഴോട്ട് ഇറങ്ങി വരുന്നത് എന്നാ ബുദ്ധിമുട്ടായിരുന്നു. വണ്ടി നേരത്തെ വരുമ്പോൾ നമുക്ക് സമയമെടുത്ത് അത്യാവശ്യം സമയമെടുത്ത് എല്ലാം കണ്ട് ഒന്ന് കണ്ടു കേട്ട് പോവാം. ഇറങ്ങി വരാം. അത് കുഴപ്പമില്ല. അതെ അന്ന് അമ്പലത്തിൽ അല്ല അങ്ങനെയാണ് തലേദിവസമേ വരണം. എന്നുവെച്ചാൽ ഫുഡൊക്കെ നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത്. തലേദിവസം ഒരു ഉച്ചയാകുമ്പോൾ കയറി പോവാം, പിറ്റേ ദിവസം ഒരു ഉച്ചയാകുമ്പോൾ ഇറങ്ങി പോരുക, പരിപാടിയെല്ലാം കഴിഞ്ഞ്. നല്ല തെറ്റപ്പ് പരിപാടിയാണ്. ഒരു ദിവസം അവിടെ തങ്ങാം. വന്ന് ധൃതി വെച്ച് പോകുന്നതുകൊണ്ട് ചുവയൊന്നും എല്ലായിടം കാണാനും പറ്റിയില്ല. നമ്മളൊന്നുമില്ല, ഇനി ഇവിടെ നേരെ വീട്ടിൽ പോകുന്നത്. ഇവന് രാവിലെ 8:30 പോകണം. അവന് രാത്രി തൊട്ട് പോകേണ്ടത്, അവന് ഓട്ടം ഉള്ളതാണ്. ആണോ? ഇത് ഞങ്ങൾ വന്ന വഴിക്ക് ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുവാ. ഇവനപ്പം അങ്ങോട്ട് ഒരു ഓട്ടം പോയിട്ട് ഇങ്ങോട്ട് വരുന്നു. വണ്ടി കൊണ്ട് നിർത്തിയിട്ട് വാടക കട്ടപ്പനയ്ക്ക് പോവാ, കയറിക്കോണം പറഞ്ഞു. ആ വണ്ടി പടുതാ പോലും ഇട്ടിട്ടില്ല, സൈഡിലോട്ട് ചേർന്ന് നിർത്തി അന്നേരം ചാടി കയറി. അങ്ങനെ പോന്നതാ. അങ്ങനെ കൂട്ടുകാര് വാടാന്ന് പറഞ്ഞാൽ അന്നേരം പോരുമല്ലേ. അന്നേരം പോരുവാ. നിരാശപ്പെടുത്തരുത്. ഈ എന്നെ ഏതാന്ന് പോലും ചോദിച്ചില്ല, കയറി ഇരുന്ന് കഴിഞ്ഞിട്ടാ പറയുന്നത്. ഞങ്ങളിങ്ങനെ ചുമ്മാ കറങ്ങാൻ ഇറങ്ങിയതാണ്, അവിടെ വരുന്ന പോയിട്ട് വരാന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നതാ. കുഞ്ഞാണെങ്കിൽ കൊച്ചച്ച ട്രിപ്പെല്ലാം കഴിഞ്ഞ് വരുമ്പം ഇങ്ങോട്ട് വരുമെന്നും പറഞ്ഞ് നീണ്ട ലീവ് എടുക്കുമ്പോഴാട്ടെന്നാ പറഞ്ഞത്. അതിനൊന്ന് നിലത്ത് നിന്നിട്ട് വേണ്ട അഭ്യാസം കാണിക്കുക. അത് തന്നെ, നീണ്ട ലീവൊന്നും ഇനി അടുത്ത കാലത്ത് എങ്ങും ഉണ്ടാവും തോന്നുന്നില്ല. അപ്പൊ ഇനി ഇടയ്ക്ക് ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഇടയ്ക്ക് നോക്കട്ടെ, അങ്ങോട്ടൊന്ന് വരാമെന്ന് നോക്കാം. അങ്ങോട്ട് വരെ മഴ ആയതുകൊണ്ട് ഉറുമ്പിക്കരയ്ക്ക് പോക്ക് മാത്രം നടക്കില്ല. ഭയങ്കര മഴയാണ്. പോണമെങ്കിൽ ഇനി വെള്ളങ്കാടി വിട്ടിട്ട് പോകണം. മറ്റേ പാലം ഒന്നും റെഡിയായില്ലേ അവിടെ? ഈ ഒരു മാസം കൂടെ ശ്രമിച്ചാൽ മതി. അതെല്ലേ, അടുത്ത മാസം പകുതിയൊക്കെ ആകുമ്പോഴത്തേനും ആവും. അടുത്ത മാസം പകുതിക്കൊക്കെ ആകുമ്പോഴത്തേനും ആവത്തില്ലേ? എന്തായാലും ആവും. എന്നാ പിന്നെ അന്നേരം പോയാൽ അന്നേരം അതിലെ കയറി വരാനൊക്കെ സൗകര്യമാവും. പോയി ഇളങ്ങാടി പിന്നെ അന്ന് നിങ്ങൾ വന്നപ്പോൾ കണ്ട വെള്ളച്ചാട്ടത്തിലൊക്കെ ഇഷ്ടം പോലെ വെള്ളമാ. അപ്പൊ നോക്കട്ടെ. അന്നേരം വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല, പാലത്തിൽ നിന്ന് കാണാനും പറ്റും. ഇറങ്ങിയ പിന്നെ താഴെ വലയിടാൻ പറയേണ്ടി വരും. ഏതായാലും ഒന്നുകൂടെ വരുന്നുണ്ട്, നോക്കട്ടെ. വീണ്ടും കാണാം. ഈ സാധനം കണ്ടിട്ടാ പ്ലാസ്റ്റിക് ആണോ എന്ന് ചോദിച്ചത്. അപ്പൊ എന്നാ അടുത്ത ദിവസം അങ്ങോട്ട് ഇറങ്ങുന്ന അങ്ങോട്ട് വിളിച്ചിട്ട് വാ. ഓക്കെ, എന്നാ നിങ്ങള് സമയം കളയണം, നിങ്ങളും പയ്യെ. ഓക്കെ, എല്ലാവരും അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് വരാം. എന്നാലും ഇവിടെ വല്ല വിശദമായിട്ട് കാണാൻ പറ്റുന്നത്. തമിഴ്നാടിന്റെ പ്രാന്തപ്രദേശങ്ങൾ മാത്രമേ കണ്ടോ. തമിഴ്നാട്ടിൽ പോകണം, മുതിരിപ്പാടം കാണണം. അടുത്ത വരവര് കാണാം. അടുത്ത വരവരുണ്ട്. അപ്പൊ ചായക്കൊച്ചൻ കൂട്ടുകാരൊക്കെ വന്നിട്ട് തിരിച്ചു പോവാ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.